ചെറിയ ശീലങ്ങൾ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകട്ടെ, അല്ലേ? അതെ, ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ഒരു ചെറിയ ശീലം തന്നെയാണ്. എന്നാൽ നമുക്കതൊരു വലിയ മാറ്റം കൊണ്ടു തന്നാലോ? അതെ, സിമ്പിൾ ആയിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിലെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. ലൈക്ക് അട്രാക്ട്സ് ലൈക്ക് എന്ന് കേട്ടിട്ടില്ലേ? നമ്മൾ കുഞ്ഞു കാര്യങ്ങളായിരിക്കും, പക്ഷെ ഇതൊന്നും നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല. ഇതൊക്കെ ചെറുതല്ലേ, ഇതൊക്കെ എന്ത് എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും. പക്ഷെ അത്തരം കാര്യങ്ങളെ നമ്മൾ എവറി ഡേ നോട്ടീസ് ചെയ്ത് ആ കാര്യങ്ങളോട് നന്ദി പറയുകയാണെങ്കിൽ വീണ്ടും വലിയ വലിയ നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്. സ്മോൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ഡെയിലി ക്രിയേറ്റ്സ് ബിഗ് ഇന്നർ ഷിഫ്റ്റ്സ്. നമ്മുടെ മൈൻഡിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടാക്കാനായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മൾ വിചാരിക്കും എപ്പോഴും ഈ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലത് മാത്രമേ വരുള്ളൂ, അല്ലെങ്കിൽ ഇതൊരു ബോറിംഗ് പരിപാടിയല്ലേ എന്നൊക്കെ തോന്നും. പക്ഷെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ നോട്ടീസ് ചെയ്യാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. കുറച്ച് നേരം മതി, 5 മിനിറ്റ്സ് പോലും വേണ്ട ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതാൻ. 5 minutes ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ക്യാൻ റീസെറ്റ് ദ എൻറ്റയർ ഡേ എന്നാ പറയുന്നത്. ചിലർ കാലത്ത് തന്നെ എഴുതുന്നവരുണ്ട് കേട്ടോ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ. കാലത്ത് എന്താ നമുക്ക് നന്ദി പറയാനല്ലേ? നമുക്ക് നല്ല പ്രകാശം തരുന്ന സൂര്യനോട് നമുക്ക് നന്ദി പറയാം. നല്ല ശുദ്ധമായ വായു നമുക്ക് സറൗണ്ട് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് അതിനോട് നന്ദി പറയാം. അങ്ങനെ രണ്ട് മൂന്നെണ്ണമൊക്കെ നമുക്ക് ഓർത്താൽ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ കാലത്ത് എഴുതാൻ. വൈകുന്നേരം ആകുമ്പോഴേക്കും ആ ദിവസത്തെ കുറേ നല്ല കാര്യങ്ങൾ നമ്മളെ തേടിയെത്തിയിട്ടുണ്ടാവും. വൈകുന്നേരം ഇഷ്ടം പോലെ എഴുതാണ്ടാവില്ല. വാട്ട് യു അപ്രീഷിയേറ്റ് ഗ്രോസ് എന്നാ പറയുന്നത്. അതായത് നമ്മൾ എന്തിനെയാണോ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് അത് വളർന്നുകൊണ്ടേയിരിക്കും. ചെറിയ കുട്ടികളുടെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മളൊരു കുട്ടി നല്ല കാര്യം ചെയ്യുമ്പോൾ മാതാപിതാക്കൾ അപ്രീഷിയേറ്റ് ചെയ്യും. അതുപോലെ സ്കൂളിൽ നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അപ്രീസിയേഷൻ കിട്ടും. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റിൽ ഞാൻ ഇപ്പോഴും വാല്യൂബിൾ ആയിട്ടുള്ള കരുതണ ആ ഒരു സർട്ടിഫിക്കറ്റ്, ഗുഡ് ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് എന്നൊരു സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടി. ബെസ്റ്റ് ക്യാരക്ടർ ഓഫ് ദ ഇയർ, ആ ഒരു സ്റ്റുഡൻറ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ എനിക്ക് ആ സർട്ടിഫിക്കറ്റ് ഇപ്പോഴും ഭയങ്കര വാല്യൂബിൾ ആണ് കേട്ടോ. അതിന് ഒരു 100 രൂപയും കിട്ടിയിട്ടുണ്ട്. ആ ഒരു പൈസയുടെ മാത്രമല്ല, ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ആത്മാഭിമാനം ഉണ്ടല്ലോ, ആ വർഷത്തെ ഏറ്റവും നല്ല സ്വഭാവത്തിനുള്ള അവാർഡ്, സ്വഭാവത്തിലുള്ള ഒരു കുട്ടിക്കുള്ള അവാർഡാണ് അന്ന് കിട്ടിയത്. അപ്പം അതുപോലെ നമ്മൾ ഓർത്തെടുക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു അപ്രീസിയേഷൻസ് നമ്മുടെ ലൈഫിൽ ബിഗ് ഇമ്പാക്റ്റ് കൊണ്ടുവരും. ഇനി ചില സിമ്പിൾ പ്രോംപ്റ്റ്സ് പറഞ്ഞുതരാം കേട്ടോ. സംതിങ് ഓർഡിനറി ഐ യൂഷ്വലി ഇഗ്നോർ ബട്ട് എൻജോയ് ടുഡേ. യൂഷ്വലി അത് എൻ്റെ ലൈഫിൽ ഉണ്ടാവണതാണ്, പക്ഷെ ഞാനത് ഇഗ്നോർ ചെയ്തിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ. അതൊരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രോംപ്റ്റ് ആക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും, നമ്മുടെ ഫാമിലി മെമ്പർ നമുക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ അത്യാവശ്യമായിട്ട് പേന വേണ്ട സമയത്ത് ഒരു പേന തന്നെ എന്ന് പറയുമ്പോൾ ഒരു പേന ഒരാൾ എടുത്ത് തന്നിട്ടുണ്ടാവല്ലോ. അത് നിങ്ങളുടെ മക്കളാവാം, അമ്മയാവാം, അച്ഛനാവാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആവാം, വൈഫ് ആവാം, ബ്രദർ ആവാം, സിസ്റ്റർ, ഹൂ എവർ ഇറ്റ് ഈസ്. റൈറ്റ് യർ നെയിം ആൻഡ് താങ്ക് യു ഫോർ ബ്രിങ്ങിങ് മീ എ പെൻ അറ്റ് ദ മൊമെൻറ്റ് വെൻ ഐ നീഡഡ്. എനിക്ക് ആവശ്യമുള്ള സമയത്ത് എനിക്കൊരു പേന കൊണ്ടുവന്നല്ലോ, അതിന് നിനക്ക് നന്ദി എന്ന് പറയാം. നിനക്ക് എഴുതേണ്ട, അവരുടെ പേര് എഴുതിയിട്ട് നന്ദി പറയാം. എ മൊമെൻറ്റ് ദാറ്റ് മെയ്ഡ് മീ പോസ് ഈവൻ ഫോർ 10 സെക്കൻഡ്. ചില സമയത്ത് ചില മൊമെൻറ്റുകളിൽ നമ്മളിങ്ങനെ ഹാഹാ എന്താ പറയുക, നമുക്കൊരു നന്ദി ഉള്ളിൽ തോന്നിയിട്ടൊന്ന് പോസ് ചെയ്യും. ആ മൊമെൻറ്റിന് നമുക്ക് നന്ദി പറയാം. പ്രത്യേകിച്ച് കാലത്തൊക്കെ നമ്മൾ ആകാശം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള മേഘങ്ങളെ കാണാം അല്ലേ? ആ ഒരു വിഷ്വൽ ട്രീറ്റാണത്. പക്ഷെ നമ്മൾ കണ്ടു എന്ന് നടിക്കില്ല. അതിനൊക്കെ നമുക്ക് നന്ദി പറയാം. സംതിങ് ദാറ്റ് വർക്ക് ഔട്ട് ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ്. നമ്മൾ വിചാരിക്കണ ഏറ്റവും കൂടുതൽ വളരെ നന്നായി പോയി ആ ഒരു കാര്യം, അതിന് നമുക്ക് നന്ദി പറയാം. ചിലപ്പോഴൊക്കെ കവിതയൊക്കെ പാടുന്ന സമയത്ത് നമുക്ക് നമ്മൾ ഇത്രയൊക്കെ നമുക്ക് പാടാൻ പറ്റൂ എന്ന് വിചാരിക്കും. പക്ഷേ നന്നായി നമുക്ക് ആ സമയത്ത് കവിത പാടാൻ പറ്റി, അല്ലെങ്കിൽ ഒരാളോട് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. ചില സമയത്ത് നമ്മൾ പറഞ്ഞതൊന്നും മനസ്സിലാവില്ല, പക്ഷെ നമ്മൾ വിചാരിക്കുന്ന ഏറ്റവും നന്നായി മറ്റേ ആൾക്ക് നന്നായി മനസ്സിലാവുകയും അയാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു. അതിനും നമുക്ക് നന്ദി പറയാൻ കേട്ടോ. അതൊക്കെ സിമ്പിളായിട്ടുള്ള പ്രോംപ്റ്റ്സ് ആണ്, നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സംവൺ ഹൂ ഷോഡ് അപ്പ് ഫോർ മീ ടുഡേ ഈവൻ ക്വയറ്റ്ലി.
നമ്മളറിയാണ്ട് തന്നെ നമ്മളെ ഒരാൾ ഹെൽപ്പ് ചെയ്തു. പക്ഷെ നമ്മൾ നോട്ടീസ് ചെയ്തു കേട്ടോ, അയാൾ നമ്മളെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളത്. എങ്ങനെയെങ്കിലും ആവാം, എങ്ങനെ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്തു എന്നുള്ളത് നമുക്ക് കണ്ടുപിടിച്ചിട്ട് അതിന് വലിയ ഇൻ്റലിജൻസ് ഒന്നും വേണ്ട. നമുക്കിപ്പോൾ ആലോചിച്ചാൽ തന്നെ കിട്ടും എങ്ങനെയാണ് ഒരാൾ ക്വയറ്റായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തു പോയത് എന്ന്. ചില കാര്യങ്ങൾ ചില സമയത്ത് ചില പേപ്പർ വർക്കുകളാവട്ടെ, ഓഫീസിലെ ചില കാര്യങ്ങളാവട്ടെ, ചിലതൊന്നും മൂവ് ചെയ്യില്ല. പക്ഷെ ഒരാൾ ഫ്രണ്ടൊന്നും ആവില്ല, എവിടുന്നോ ഒന്നൊരാൾ ഹെൽപ്പ് ചെയ്ത് നമ്മളെ ആ ഒരു സിറ്റുവേഷൻ കടക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. അത്തരം ആളുകൾക്ക് നന്ദി പറയാം. എ കൺവെർസേഷൻ ദാറ്റ് മാറ്റേഡ്. പിന്നെ ചില സംഭാഷണങ്ങളുണ്ടല്ലോ, നമ്മൾ ചിലരോട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള മൊമെൻ്റ് ആയിരിക്കും. നമ്മൾക്ക് ഏറ്റവും നീഡിട്ടുള്ള, നമ്മൾ അർജൻറ്റായിട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും അങ്ങനെ ഒരാൾ വന്ന് നമ്മളോട് സംസാരിക്കുന്നത്. അത്തരം സംഭാഷണങ്ങളോട് നന്ദി പറയാം, അവരോട് നന്ദി പറയാം. സമ്മൺ ഐ ഷുഡ് അപ്രീഷിയേറ്റ് മോർ ആൻഡ് വൈ. ചിലപ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം, നമ്മൾ അപ്രീസിയേഷൻ കൊടുക്കാൻ മറന്നിട്ടുണ്ടാവാം. അത്തരം ആളുകൾക്ക് ഒരു അപ്രീസിയേഷൻ പറഞ്ഞൊരു നന്ദി പറയാം. എ കൈൻഡ്നെസ് ഐ റിസീവ്ഡ് ഓർ വിറ്റ്നസ്ഡ്. ഓക്കെ, നമ്മൾ ഒരാളോട് കൈൻഡായിട്ട് പെരുമാറി എന്ന് മാത്രമല്ല, ചിലപ്പോൾ അത് വിറ്റ്നസ് ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോൾ അത് ആ ഒരു സിറ്റുവേഷനോടും നന്ദി പറയാം. അപ്പോൾ വിറ്റ്നസ് ചെയ്തതിനോട് എന്താ നന്ദി പറയാം, നമുക്ക് ആ ഒരു കൈൻഡ്നെസ് കാണാൻ പറ്റിയിട്ടുണ്ടല്ലോ എന്ന്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരാൾ പെട്ടെന്ന് ഒരു സ്റ്റെപ്പ് കണ്ടില്ല, അപ്പോൾ മറ്റാൾ പറയുന്ന ദാ ഒരു സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ, നോക്കി കയറൂ എന്ന് പറയുന്നു. അപ്പോൾ വി വിഷ്വലൈസ്ഡ് ദാറ്റ്, ആ ഒരു സിറ്റുവേഷൻ വിഷ്വലൈസ് ചെയ്തു. ആ സിറ്റുവേഷൻ നമുക്ക് നന്ദി പറയാം, കാരണം അദ്ദേഹം ഇങ്ങൊരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് എ ബ്ലെസ്ഫുൾ മൊമെൻ്റ്, അല്ലെങ്കിൽ ബ്ലെസ് മൊമെൻ്റ് അല്ലേ. ദെൻ വൺ വേ ഐ ഹാവ് ഹെൽപ്പ് സം വൺ എൽസ് ടുഡേ. നമ്മൾ വിചാരിക്കാത്ത ഒരാളെ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അതിനോടും നമുക്ക് നന്ദി പറയാം. കാരണം നമ്മൾ അയാളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവില്ല, അത്തരം സിറ്റുവേഷൻ ഉണ്ടാവില്ലേ. ഇപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ട്, പക്ഷെ സമ്മൺ ഈസ് കമ്മിങ് ടു ടേക്ക് ദ ബസ്. ആ ബസ്സിന് വേണ്ടി അവർ ഓടി വരികയാണ്, ആ ബസ് കിട്ടുന്നില്ല. നമ്മൾ ആ ബസ്സിലത്തെ ആളുടെ അടുത്ത് പറഞ്ഞിട്ട് ബസ് ഇങ്ങനെ നിർത്തി, ഇതാ ഒരാൾ വരുന്നു എന്ന് കാണിക്കില്ലേ, ആ ഒരു സിറ്റുവേഷന് നമുക്ക് നന്ദി പറയാം. നമ്മളുടെ ആ ഒരു ഇൻ്റലിജൻസ് കണ്ടോ. അതുപോലെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാം, നമുക്ക് നന്ദിയോടെ അത് ജേർണലിങ്ങിൽ എഴുതി വയ്ക്കാം. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ഇസ് എ സിമ്പിൾ ഡെയിലി ഹാബിറ്റ് ദാറ്റ് ഹെൽപ്പ് us to pause and notice good that often gets lost in busy routine. നമ്മുടെ ബിസി റുട്ടീനിൽ അങ്ങനെ എവിടെയൊക്കെയോ പോയി മറിഞ്ഞു കിടക്കണ കുഞ്ഞു കുഞ്ഞു നല്ല കാര്യങ്ങളില്ലേ, അതൊക്കെ പുറത്തെടുത്ത് പൊടി തട്ടി അവർക്കൊരു പോളിഷൊക്കെ കൊടുത്ത് എഴുതി വയ്ക്കുന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് പ്രിട്ടൻഡിങ്. അതായത് നമ്മൾ ലൈഫിലെല്ലാം ഈസിയാന്ന് പ്രിട്ടൻഡ് ചെയ്യൊന്നുമല്ല കേട്ടോ, അല്ലെങ്കിൽ ആ പ്രോബ്ലംസിനെ ഇഗ്നോർ ചെയ്യൊന്നുമല്ല. എല്ലാവരുടെ ലൈഫിലും ഇഷ്ടം പോലെ പ്രോബ്ലംസ് ഉണ്ടാവും. ഇപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റി പറയുന്ന ആളുകളുടെ, മോട്ടിവേഷൻ സ്പീക്കേഴ്സിൻ്റെ എല്ലാവരുടെ ലൈഫിലും ഇഷ്ടംപോലെ പ്രോബ്ലംസ് ഉണ്ടാവും. നമ്മൾ കാണുന്ന ഓരോ ചിരിച്ച മുഖങ്ങളുടെ പിന്നിലും ഉണ്ടാവും. പക്ഷേ നമ്മൾ നമ്മുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്തിട്ട് ചെറിയ ചെറിയ മൊമെൻറ്റ്സിനെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് നിൽക്കാൻ പറ്റും. നമ്മൾ ചെറിയ മൊമെൻറ്റ്സ് നിന്ന് ലേൺ ചെയ്യണ ലെസൺസ്, ഈവൻ ഹാർഡ് ഡേയ്സിൽ നമ്മൾ എങ്ങനെ അതിനെ കൊണ്ടുപോയി, ആ ഒരു ഹാർഡ് ഡേയ്സിനെ നമ്മളെങ്ങനെ കുറച്ച് ചലഞ്ചിങ് സിറ്റുവേഷൻ എങ്ങനെ ഫേസ് ചെയ്തു എന്നുള്ളതും കൂടി നമുക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡായിട്ട് നമുക്ക് നമ്മളോട് തന്നെ നന്ദി പറഞ്ഞ് അത് എഴുതി വയ്ക്കാം. ബൈ റിഫ്ലക്റ്റിംഗ് ഫോർ us just for a few minutes each day, gratitude journaling helps improve focus, emotional balance, and self-awareness, making every day feel like little more grounded and meaningful. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ദിവസവും മീനിങ് ഫുൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇന്ന് ഞാൻ നന്ദി, സിമ്പിളായിട്ടുള്ള കുറച്ച് മലയാളം പ്രോംസ് പറയാം. ഇന്ന് ഞാൻ നന്ദിയുള്ളത് എന്തിനോടാണ്? ഇന്ന് എനിക്ക് സന്തോഷം തോന്നിയത് എന്താണ്? ഇന്ന് എനിക്ക് നന്നായി തോന്നിയൊരു കാര്യം എന്താണ്? എഴുതി വയ്ക്കാം. ഇന്ന് ഞാൻ നന്ദി പറയേണ്ട ഒരു വ്യക്തി ആരെങ്കിലും ആയിക്കോട്ടെ, എഴുതി വയ്ക്കാം. ഓക്കെ, ഇന്ന് ഞാൻ പഠിച്ചൊരു കാര്യം, ആ ഒരു കാര്യത്തിന് നന്ദി. ഇന്ന് എനിക്ക് ഇഷ്ടമായത് എന്താണ്? എനിക്ക് നല്ലൊരു ഹൽവ കിട്ടി, നല്ലൊരു ക്യാരറ്റ് ഹൽവ കിട്ടി. സോ എനിക്ക് ആ ഒരു ഹൽവ ഭയങ്കര ഇഷ്ടമായി എന്ന് എഴുതി വയ്ക്കാം. ഇന്ന് ഞാൻ ചിരിച്ച സംഭവം എന്താണ്? ജിതയുടെ വർത്തമാനമൊക്കെ കേട്ട് ഞാൻ ചിരിച്ചുപോയി. ഈ ക്യാരറ്റ് ഹൽവയൊക്കെ കഴിച്ചിട്ട് സന്തോഷം തോന്നു എന്ന് ആലോചിച്ച് ചിരിച്ചിട്ടുണ്ടാവില്ലേ? ചിലർക്ക് സ്പൈസി ഫുഡ് ആയിരിക്കുമല്ലോ ഇഷ്ടം. അപ്പോൾ ഇപ്പോൾ ജിതയുടെ വർത്തമാനം കേട്ട് ഞാൻ ചിരിച്ചു എന്നുള്ളതും അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എഴുതി വയ്ക്കാട്ടാ. ഇന്ന് നല്ലതായി സംഭവിച്ചത് എന്താണ്? ഇത് ഞാൻ എന്താണ് നല്ലത് സംഭവിച്ചത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ ഒന്നുമില്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എങ്ങനെ എഴുതാം എന്നുള്ളൊരു ടോക്ക് കേട്ടു എന്ന് എഴുതി വയ്ക്കാം. ഇന്ന് എനിക്ക് സമ്മാനിച്ച അല്ലെങ്കിൽ എനിക്ക് ലഭിച്ച സഹായത്തിന് നന്ദി. ഇന്ന് ഞാൻ അഭിമാനിച്ചത് എന്താണ്?
ഞാൻ നല്ലൊരു പ്രതിജ്ഞ എടുത്തു ഞാനൊരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാമെന്ന്. അതിന് നമുക്ക് നന്ദി പറയാം. ആൻഡ് നൗ ഇറ്റ്സ് വെരി ഈസി. ഒരു രണ്ട് മൂന്ന് ലൈൻസ് പറഞ്ഞുതരാമേ. ടുഡേ ഐ ആം താങ്ക്ഫുൾ ഫോർ ഇംഗ്ലീഷിൽ ഐ ഫെൽ ഹാപ്പി വെൻ. അത് എഴുതണേ. അപ്പോൾ കുറച്ചും കൂടി സ്പെസിഫിക് ആയി അവയർനെസ് കൂടി നമുക്ക്. സംതിങ് ഐ എൻജോയ് ടുഡേ വാസ്. വൺ തിങ് ഐ ലേൺ ടുഡേ. ഞാനൊരു കാര്യം ഇന്ന് എന്താണ് പഠിച്ചത്. ഇപ്പോൾ സിമ്പിൾ കാര്യമാണ്. നമ്മളൊരു റോസാ ചെടി വളർത്തുന്നുണ്ട്. ആ റോസാ ചെടീനെ എങ്ങനെ കെയർ ചെയ്യണം എന്ന് നമ്മൾ പഠിച്ചു. നമ്മൾ ഇൻ്റർനെറ്റ് നോക്കി പഠിച്ചു, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് ചോദിച്ചു പഠിച്ചു. ഇതൊക്കെ സിമ്പിൾ കാര്യമാണ്. ബട്ട് യു ക്യാൻ റൈറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദാറ്റ്. വൺ തിങ് ദാറ്റ് മെയ്ഡ് മീ ടുഡേ ബെറ്റർ. എന്നെ ഇന്നലത്തേക്കാളും ബെറ്റർ ആകാൻ സഹായിച്ച എന്താണ് ഞാൻ ഇന്ന് ചെയ്തത്? സെൽഫ് കെയർ ആവാം, യോഗയാവാം. നമുക്ക് എന്താണ് അപ്പോൾ കിട്ടുന്ന ആ ഒരു പോയിന്റ് എഴുതി വയ്ക്കാം. പ്രത്യേകിച്ച് റൂളൊന്നുമില്ല കേട്ടോ. നമ്മൾ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഡേ ടു ഡേ കാര്യങ്ങൾ ഓർമ്മിച്ച് എഴുതി വെക്കുന്നു. ആൻഡ് ഇറ്റ് കീപ്സ് എസ് മൂവിങ് ടുവേർഡ്സ് മോർ പോസിറ്റിവിറ്റി. പിന്നെ വളരെ സിമ്പിളായിട്ട് ഭയങ്കര ബിസി ഡേക്ക് വേണ്ട രണ്ട് പ്രോംപ്റ്റുകൾ പറഞ്ഞുതരാം. ടുഡേ വാസ് ഗുഡ് ബിക്കോസ് ഇന്ന് വളരെ നല്ല ദിവസമായിരുന്നു. എന്തുകൊണ്ട്? താങ്ക് യു. ഇന്ന് വളരെ നല്ല ദിവസമായിരുന്നു. കാരണം ഇന്ന് എല്ലാ കാര്യങ്ങളും നന്നായി തന്നെ എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റി. ഇന്ന് എനിക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് കിട്ടിയതിന് നന്ദി. റൈറ്റ് നൗ റൈറ്റ് നൗ ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ. ഈ നിമിഷത്തിൽ ഞാൻ നന്ദിപൂർവ്വം ഓർക്കുകയാണ് ഈ ഒരു കാര്യത്തെ. ഈ നിമിഷത്തെ ഞാൻ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. ഈ നിമിഷത്തെ ഞാൻ നന്ദിയോടുകൂടി സ്മരിക്കുന്നു. ഇങ്ങനെ ആ ഒരു രണ്ട് പ്രോംപ്റ്റുകൾ എഴുതിയിട്ടും ഒരു ദിവസം നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, ഇത് രണ്ടെണ്ണം ഞാൻ പറഞ്ഞത് വളരെ ബിസി ആയിട്ടുള്ള ഒരു ദിവസത്തിലേക്കുള്ള പ്രോംപ്റ്റ്സ് ആണ് കേട്ടോ. അതുപോലെ നമ്മുടെ ലൈഫിൽ എന്തൊക്കെയാണ് നമുക്ക് നന്ദി പറയാൻ തോന്നുന്ന കാര്യങ്ങൾ എന്ന് കണ്ടുപിടിച്ച് നമ്മൾ തന്നെ സെൽഫ് അവെയർനെസ്സായി, പിന്നെ നമ്മൾ തന്നെ സെൽഫ് അവെയറായിട്ട് കാര്യങ്ങൾ എഴുതി വയ്ക്കുക. അപ്പോൾ നമ്മൾ കുറേ പോസിറ്റീവ് കാര്യങ്ങൾ കണ്ടുപിടിക്കും. ഓഹോ, ഇത്രയധികം പോസിറ്റീവ് കാര്യങ്ങൾ ലൈഫിലുണ്ടായിരുന്നു. ഒരു 30 days പ്രാക്ടീസ് ചെയ്യാം. പിന്നെ എഴുതി വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ നമുക്ക് ആപ്പുകളെല്ലാം കിട്ടും. പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതാണോ അതിൽ എഴുതി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ എപ്പോഴും മൊബൈൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു വരി 2 വരി എഴുതാൻ എളുപ്പമാണ്. പക്ഷേ എനിക്കിഷ്ടം കൈകൊണ്ട് എഴുതാൻ തന്നെയാണ് കേട്ടോ. കൈകൊണ്ട് എഴുതുമ്പോഴാണ് നമ്മളറിഞ്ഞ് നമ്മൾ ഓർത്ത് എഴുതുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. താങ്ക് യു ഫോർ ലിസ്ണിംഗ് ടു മീ, ജിത്ത. സോ ഹാപ്പി ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്.